ഹലോ എവരി വൺ, വൺസ് അഗൈൻ വെൽക്കം ടു മൈ OET ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OET റൈറ്റിങ്ങിനെ കുറിച്ച് 2025 ഒരു ചെറിയ ഇൻഫർമേഷൻസ്. സോ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും OETയിൽ വന്നിട്ടില്ല. ബട്ട് എന്നിരുന്നാലും ഈ വർഷം OET പഠിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ നോക്കാം. സോ അപ്ഡേറ്റ്സ് ടോട്ടലി 2021 നമുക്ക് OETയുടെ വന്നിട്ടുള്ളത്. ഒരു ജനറലൈസ്ഡ് അപ്ഡേറ്റ്സ് ആയിരുന്നു അത്. മോസ്റ്റ്ലി എല്ലാം തന്നെ റൈറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. സ്പീക്കിങ്ങിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. സോ സിൻസ് 2021 ഇപ്പം വരെ നമ്മൾ ആ സെയിം അപ്ഡേറ്റ്സ് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ജനറലി ഇൻ കേസ് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബേസിക് മുതലേ പഠിക്കുക. ഓക്കെ, ജനറലായിട്ട് നമ്മളെല്ലാ മോഡ്യൂൾസും OETയുടെ യൂട്യൂബ് ചാനൽസിൽ നോക്കി എല്ലാം ജനറലായിട്ട് പഠിക്കാതെ എല്ലാ മോഡ്യൂൾസിൻ്റെയും ബേസിക്സ് ആദ്യം പഠിക്കുക. സോ ബേസിക് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ധാരാളം ഉണ്ടായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണെങ്കിൽ അവർ OETയുടെ ബേസിക് വീഡിയോസ് നിങ്ങളുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ അത് മുതൽ പഠിച്ചു വരിക. എപ്പോഴും നിങ്ങൾ 4 ബുക്സ് എപ്പോഴും മാറ്റി വയ്ക്കുക. ഓരോ മോഡ്യൂൾസിന് വേണ്ടി ഓരോ ബുക്സ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, അങ്ങനെ സെപ്പറേറ്റ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡ്യൂൾസും ക്ലാസ്സസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ഒരേ ബുക്കിൽ എഴുതാതെ അത് സെപ്പറേറ്റ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒത്തിരി യൂസ്ഫുൾ ആകും. സോ ആരും തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താൽ അപ്പോഴേ പോയി എക്സാം ഡേറ്റ് എടുത്ത് എഴുതത്തില്ല. എല്ലാവരും തന്നെ ഒരു സെൽഫ് പ്രാക്ടീസിന് വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുന്നുണ്ടായിരിക്കും. സോ OETയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈനിൽ അതിനുവേണ്ടി മാത്രം പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ OET തന്നെയായിരിക്കും. അപ്പോൾ നമ്മളൊരു 1 month കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ കുറച്ചും കൂടി നമുക്ക് മെമ്മറി ഉണ്ടായിരിക്കും, എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തെന്നുള്ളത്. പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യുവാണ്, ഫാമിലി കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെയാണ് OET പഠിക്കുന്നത്, ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുമ്പോഴാണ് നിങ്ങൾ OET പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 days ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മോഡ്യൂൾസും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ടിപ്സൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുക്സിൽ ആ ടിപ്സൊക്കെ എഴുതിയിടുമ്പോൾ റെഡിങ് കൊണ്ട് എഴുതിയിടുക, അല്ലെങ്കിൽ റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അതൊന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്തെടുക്കുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ അങ്ങനെ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റൈറ്റിംഗ്, സ്പീക്കിങ്ങിൽ ഇപ്പോൾ പറഞ്ഞുതരാം. സോ നിങ്ങൾ റൈറ്റിംഗ് ആണ് ഇപ്പം ഫസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് പഠിക്കുക. A to Z ബേസിക്സ് ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ പോയി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിലെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ A to Z എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ A to Z ടിപ്സ് അല്ലെങ്കിൽ OET ടിപ്സ്, കോമൺ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ബേസിക്സ് അതിൽ നിന്ന് പഠിക്കാവുന്നതായിരിക്കും. അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള പ്രാക്ടീസ് മെറ്റീരിയൽസിലേക്ക് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ ഗ്രാമർ എല്ലാവർക്കും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും അല്ലേ, മോസ്റ്റ്ലി ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഗ്രാമർ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. സോ നമുക്ക് OETയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ ഗ്രാമറും നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാ ഗ്രാമറും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി ബേസ് ഉണ്ട്. നമ്മളിതെല്ലാം പഠിച്ച് നമ്മൾ ഓൾറെഡി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗ്രാമേഴ്സ് തന്നെയാണ് OETയിലും യൂസ് ആകുന്നത്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് എവിടെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമേഴ്സും എല്ലാം തന്നെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, എക്സാമ്പിൾ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിപ്പോസിഷൻസ് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാസീവ് വോയിസിൻ്റെ യൂസേജ്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസും അതുപോലെ പ്രിപ്പോസിഷൻസും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് വേണം മെയിനായിട്ടും പഠിച്ചിരിക്കാൻ വേണ്ടി. കാരണം റൈറ്റിങ്ങിൽ നമ്മൾ യൂഷ്വലി പാസീവ് വോയിസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ പാസീവ് വോയിസിൽ പറയണം എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ലെറ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ A to Z ലെറ്റർ റൈറ്റിംഗ് ആദ്യമേ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എഴുതുന്നത് മുതൽ ലാസ്റ്റ് യുവേഴ്സ് സിൻസിയർ അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി രജിസ്റ്റേർഡ് നേഴ്സ് വരെ എഴുതുന്നതിന് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ഫിക്സഡ് ഫോർമാറ്റ് ഉണ്ട് OETയിൽ. സോ ആ ഫോർമാറ്റ് മാറ്റി ഒരിക്കലും എഴുതരുത്. ചില സ്റ്റുഡൻസ് ആദ്യമൊക്കെ ലെറ്റേഴ്സ് എഴുതി എനിക്ക് അയച്ചു തരുമ്പോൾ നമുക്ക് ആ ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ചിലരൊക്കെ ആണെങ്കിൽ പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് 3 പാരഗ്രാഫ് 4 പാരഗ്രാഫ് എഴുതാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ പാരഗ്രാഫ് മിക്ക ലെറ്റേഴ്സിലും എഴുതാറില്ല. നമുക്ക് നോൺ കേസിൽ മാത്രമേ സോഷ്യൽ പാരഗ്രാഫ് എഴുതാതെ വിടത്തുള്ളൂ. ബട്ട് മോസ്റ്റ്ലി സോഷ്യൽ കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും ആ പാരഗ്രാഫെ അവോയ്ഡ് ചെയ്ത് വിടാറുണ്ട്. പിന്നെ ചിലർ ആദ്യമേ സോഷ്യൽ പാരഗ്രാഫ് എഴുതും, അത് കഴിഞ്ഞ് പ്രസന്റ് മെഡിക്കൽ എഴുതും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് സോഷ്യൽ പാരഗ്രാഫ് എഴുതും, പിന്നെ അതിൻ്റെ റെക്കമെൻഡേഷൻസ് എഴുതും. സോ അങ്ങനെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണുമായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ഫോർമാറ്റ് പഠിച്ചു വെക്കുക. സോ സ്റ്റാർട്ടിങ് ഡേറ്റ്, ആ ഡേറ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഇപ്പം നമ്മൾ 20 June 2025 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 20
ജൂൺ, ജെ ക്യാപ്സ് ലോക്ക് ആയിരിക്കണം, പിന്നെ 2021. ത്രൂ ഔട്ട് ലെറ്ററിൽ ഡേറ്റിൻ്റെ ഫോർമാറ്റ് ഈ സെയിം തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ അഡ്രസ്സ് എഴുതുന്നു, പിന്നെ സല്യൂട്ടേഷൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്തും ഏജും വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവാണ്ട് ഏത് എഴുതണം എന്നുള്ളത്. സോ ഏജ് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി പ്രിഫറൻസ്. സോ വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഏജ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രിഫറൻസസിന് വേണ്ടി. പിന്നെ നമ്മളവിടെ ഓൾറെഡി ഏജ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻട്രൊഡക്ഷനിൽ പിന്നെയും പോയി നമ്മൾ ഏജ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചിലർ ആ ഫോർമാറ്റ് പഠിച്ചു വെക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഇന്നയാൾ ഇത്ര ഇയേഴ്സ് ഓൾഡ് ആണെന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതാം, സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ നമ്മൾ എഴുതേണ്ട ഇൻട്രൊഡക്ഷനിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം നമ്മളവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എപ്പോഴും എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് റീസെൻറ്റ് മെഡിക്കൽ ഡയഗ്നോസിസ് ആയിരിക്കണം. അതായത് ഇപ്പം ഉള്ളത്, ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരു നീ സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ ഇപ്പം പേഷ്യൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡൗട്ടായിരിക്കും വേണം. അപ്പം സസ്പെക്റ്റഡ് ടു ഹാവ് ഇൻഫെക്ഷൻ ഇൻ സർജിക്കൽ സൈറ്റാണ് ശരിക്കും നമ്മുടെ റീസെൻറ്റ് പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ കണ്ടീഷനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. സർജറിക്ക് സെക്കൻഡറി ആയിട്ടേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? സോ ഇന്നയാൾ ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ഇൻഫെക്ഷൻ ഇൻ സർജിക്കൽ സൈറ്റ്, അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് സെക്കൻഡറി ടു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറി, അല്ലെങ്കിൽ ഇന്ന സർജറി നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ സെക്കൻഡറി ടു എന്ന് വേണം എഴുതാൻ വേണ്ടി, അല്ലാതെ ഹു ഈസ് റിക്കവറിങ് ഫ്രം ഇന്ന സർജറി നമുക്ക് എഴുതരുത്. സോ നമുക്ക് ഏതാണ് റീസെന്റ് പ്രസന്റ് മെഡിക്കൽ കണ്ടീഷനും എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നതിൻ്റെ റിക്വയർമെന്റ് എന്തിനു വേണ്ടിയാണ്, കണ്ടിന്യൂഡ് കെയർ ആണോ, ഫോളോ അപ്പ് കെയർ ആണോ, അതോ എന്ത് സർവീസസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് സിംഗിൾ വേർഡിൽ മെൻഷൻ ചെയ്യുക. ഒരിക്കലും അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കരുത്, സിംഗിൾ വേർഡിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഫോളോ അപ്പ് കെയർ, ഓൺ ഗോയിങ് കെയർ, അങ്ങനെ എന്താണോ വേണ്ടത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് മുഴുവനും നമ്മൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നുണ്ട്. പിന്നെ ഡിസ്ചാർജ് ഡേറ്റ് അത് മാൻഡേറ്ററി അല്ല, ബട്ട് അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പം ആഫ്റ്റർ 1 വീക്ക് ആണ് ഡിസ്ചാർജ് ആകുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ 2 ഡേയ്സ്, അല്ലെങ്കിൽ ടുമോറോ, അങ്ങനെ സ്പെസിഫിക് ഡേയ്സ് അവർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യമാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ. ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സോഷ്യൽ വർക്കറിന് എഴുതുന്ന ലെറ്ററിൽ മാത്രമേ നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞുകൊണ്ട് സോഷ്യൽ പാരഗ്രാഫ് എഴുതുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ ലെറ്റേഴ്സിനും നമ്മൾ സ്ട്രൈറ്റ് അവേ പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫിലേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ പാരഗ്രാഫ് എഴുതത്തുള്ളൂ. പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള, അതായത് 2021 മുതൽ 2025 വരെ അവർ ഇവാലുവേഷൻ ചെയ്യുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പാരഗ്രാഫ്. കാരണം ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈസിയാണ്. മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും മോറുള്ള സെയിം പാറ്റേൺ ആണ്. സോ സ്റ്റോറി മേക്കിംഗ് ആണ് അവിടെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ചിലപ്പം പേഴ്സണൽ ഹിസ്റ്ററി ആദ്യം കൊടുത്തിട്ട്, സോഷ്യൽ ഹിസ്റ്ററി കൊടുത്തിട്ട്, പിന്നെ പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ ഡേറ്റ് മുതൽ മാനേജ്മെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് സ്ട്രേറ്റ് അവേ ലെറ്റേഴ്സ് വരാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ബട്ട് അത് എപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് ട്വിസ്റ്റഡ് ആയിട്ടും വരാറുണ്ട്. അതായത് പ്രസൻ്റ്ലി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കായിരിക്കും അവർ പേഴ്സണൽ ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി ഇൻഫർമേഷൻസ് കൊടുക്കുക, പിന്നെ പ്ലാന്, പിന്നെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് വരിക. അപ്പോൾ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അത് ക്രമത്തിനായിരിക്കും വരിക എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ, ആ സിനാരിയോ ഇമാജിൻ ചെയ്തെടുക്കുക. ഓക്കെ, ആദ്യം നടന്നത് എന്താണ്, രണ്ടാമത് നടന്നത് എന്താണ്, ലാസ്റ്റ് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പോൾ ഉള്ള കറന്റ് സിറ്റുവേഷൻ എന്താണ്. അപ്പം എമർജൻസി ലെറ്ററിലേക്ക് എഴുതുന്ന അർജന്റ് ലെറ്റേഴ്സ്, അങ്ങനെയുള്ള ലെറ്ററിൽ മാത്രം ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെയുള്ള പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്നു. ആ പാരഗ്രാഫിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കുറച്ച് ലെങ്ത് ലെറ്റർ ആണെങ്കിൽ. എന്നിട്ട് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ റീസെൻ്റ്ലി നടന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഇതാണ് പ്രശ്നം, അതുകൊണ്ടാണ് ഞങ്ങൾ റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇനീഷ്യലി എന്ന് പറഞ്ഞിട്ട് ആ ഓൾഡ് ഹിസ്റ്ററി എന്താണ് നടന്നത് അത് എഴുതുന്നു. ഓക്കെ, അത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അർജന്റ് ലെറ്ററിൽ മാത്രം. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ബാക്കി എല്ലാ ലെറ്റേഴ്സിനും നമ്മൾ സാധാരണ സ്പെഷ്യലിസ്റ്റിനൊക്കെ എഴുതുന്ന ലെറ്റേഴ്സ്, അല്ലെങ്കിൽ സാധാരണ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഡിസ്ചാർജ് ലെറ്റർ, അങ്ങനെ എല്ലാ ലെറ്റേഴ്സിനും, ട്രാൻസ്ഫർ ഔട്ട് ലെറ്റർ, ഇതിനെല്ലാം നമ്മൾ എന്താ ചെയ്യുക, എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ എപ്പോഴും പ്രസന്റ് മെഡിക്കൽ പാരഗ്രാഫ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്റ്റാർട്ടിങ് പോലുള്ള കാര്യങ്ങളെല്ലാം ഒരു പാരഗ്രാഫിൽ എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇപ്പം നടക്കുന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി. ആ പാരഗ്രാഫിന് ഏറ്റവും ലാസ്റ്റ് ഒരു സെൻറ്റൻസ് എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് ദ റീസൺ ഫോർ ഹിസ് ഓർ ഹെർ റെഫറൽ. എന്തുകൊണ്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദെയർ ഫോർ ഫർദർ അറ്റൻഷൻ ഫ്രം യുവർ സർവീസ് ഈസ് എസെൻഷ്യൽ ഫോർ ഹിസ് ഓർ ഹെർ വെൽബീയിങ്. ഇത് ആണാണോ പെണ്ണാണോ എന്ന് വെച്ചിട്ട് ഹിസ് ഓർ ഹെർ മാറ്റി എഴുതാം.
ഇങ്ങനൊരു സെൻറ്റൻസിൽ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും. ഓക്കെ, അതായത് എൻ്റെ ഒരു ചെറിയൊരു ടിപ്സാണ്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സോഷ്യൽ പാരഗ്രാഫ് എഴുതാൻ വേണ്ടി. ചിലർ സോഷ്യൽ പാരഗ്രാഫ് തന്നെ 2 പാരഗ്രാഫായിട്ട് എഴുതാറുണ്ട്. പേഴ്സണൽ പാരഗ്രാഫ് വേറെ, സോഷ്യൽ പാരഗ്രാഫ് വേറെ. അത് 2ആയിട്ട് എഴുതരുത്, അത് സിംഗിൾ പാരഗ്രാഫാണ്. ബട്ട് സിംഗിൾ പാരഗ്രാഫിൽ തന്നെ പേഴ്സണൽ ഹിസ്റ്ററി ആദ്യം എഴുതിയിട്ട് സോഷ്യൽ ഹിസ്റ്ററി രണ്ടാമത് എഴുതുക. അത് നിങ്ങൾക്ക് തിരിച്ചും എഴുതാം. ബട്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് കുറച്ചും കൂടി ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾ പേഴ്സണൽ ഹിസ്റ്ററി ആദ്യം എഴുതുക. പിന്നെ ആൾ മാരീഡാണ്, എത്ര ചിൽഡ്രൻ ഉണ്ട്, എന്താണ് വർക്ക് ചെയ്യുന്നത്, അല്ല പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ മെഡിക്കൽ കാര്യങ്ങൾ എഴുതുക, അതായത് മെഡിക്കലി എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഉള്ളത്, എന്തൊക്കെ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് വരുന്നത്. റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ പ്ലാൻ, എന്തൊക്കെയാണോ പ്ലാൻ ഉള്ളത് അതൊക്കെ എഴുതാം. ചില ലെറ്റേഴ്സിൽ നമുക്ക് ഒത്തിരി പ്ലാൻ കാണും. അപ്പോൾ എല്ലാം നമുക്ക് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ എഴുതുമ്പോൾ വലിയ പാരഗ്രാഫായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ എഴുതാം. അതായത് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് റെക്കമെൻഡേഷൻസ് അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരിക്കും. അതായത് ഹി ഹാസ് ബീൻ ഓൺ ആൻറ്റിബയോട്ടിക് വിച്ച് നീഡ് ടു ബി കണ്ടിന്യൂഡ് ഫോർ 7 days അല്ലേ. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതി അങ്ങനെ നിർത്തുവാണെങ്കിൽ പിന്നെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ പോയി രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ തന്നെ എഴുതാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഹോമിലേക്കൊക്കെ എഴുതുന്ന ലെറ്റേഴ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. റെക്കമെൻഡേഷൻ പാരഗ്രാഫ് ഒത്തിരി അങ്ങ് വലുതാക്കാതെ നമുക്കിവിടെ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റീവ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക സെയിം പാരഗ്രാഫിൽ. അത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ നമ്മൾ ഹവർ ഒരു സ്ഥലത്ത് യൂസ് ചെയ്തു, ആ ഹവർ ഇനി ആ ലെറ്ററിൽ യൂസ് ചെയ്യാമോ എന്നൊരു ഡൗട്ട് വരാറുണ്ട്. നിങ്ങൾ ഒരു പാരഗ്രാഫ്, അതായത് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൽ ഹവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ പാരഗ്രാഫിലോ റെക്കമെൻഡേഷൻ പാരഗ്രാഫിലോ നിങ്ങൾക്ക് ഹവർ യൂസ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. ബട്ട് സെയിം പാരഗ്രാഫിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള സിനോണിംസ് ഒക്കെ പഠിച്ചു വെക്കുക, ഇതിന് പകരം എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ നമുക്കത് യൂസ്ഫുൾ ആവും. റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ അതുപോലെ തന്നെ കൈൻഡ്ലി, പ്ലീസ്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ്, പിന്നെ പ്ലീസ് നോട്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. 2-3 റെക്കമെൻഡേഷൻസ് സിംഗിൾ കണക്റ്റീവ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൈൻഡ്ലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 റെക്കമെൻഡേഷൻസ് എഴുതാം. കൈൻഡ്ലി പെർഫോം അല്ലെങ്കിൽ കൈൻഡ്ലി ചെക്ക് ഹിസ് വൈറൽ സൈൻസ് ആൻഡ് ചേഞ്ച് ഹിസ് ഡ്രസ്സിങ്സ് എവറി 2 days. അപ്പോൾ നമുക്ക് 2-3 റെക്കമെൻഡേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഒരേ സിംഗിൾ സെൻറ്റൻസസിൽ എഴുതുവാണെങ്കിൽ കണക്റ്റീവ്സിൻ്റെ യൂസേജ് നമുക്ക് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി എപ്പോഴും മറന്നു പോകാതിരിക്കാൻ നോക്കുക. റീഡറിൻ്റെ നെയിം ഉണ്ടെങ്കിൽ നമ്മൾ സിൻസിയർലി യൂസ് ചെയ്യുക, റീഡറിൻ്റെ നെയിം ഇല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി യൂസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഒരിക്കലും നിങ്ങളുടെ പേര് എഴുതരുത്. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് എഴുതിയാൽ മതി. പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, യു ആർ ദി രജിസ്റ്റേർഡ് നേഴ്സ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയിം എഴുതാം, ഇല്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് പേര് എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ളത് മറക്കാതെ എഴുതുക. അത് ചിലപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സ് ആവാം, നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആവാം, ഒക്കുപേഷണൽ ഹെൽത്ത് നേഴ്സ് ആവാം. അതെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും യു ആർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്പെസിഫിക് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒത്തിരി ശ്രദ്ധിക്കണം, അതിനെല്ലാം മാർക്ക് പോകുന്നതാണ്. ഗ്രാമേഴ്സ് ഒത്തിരി മിസ്റ്റേക്ക് വരുത്താതെ എഴുതുക. എപ്പോഴും പാസീവ് വോയിസ് യൂസ് ചെയ്യുക. പാസീവ് വോയിസ് യൂസ് ചെയ്യുമ്പം ഗ്രാമർ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അതിൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പാസീവ് വോയിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. A to Z മെഡിക്കൽ അബ്രീവേഷൻസും കൂടെ പഠിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ മോഡ്യൂൾസിനും അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയാണ് റൈറ്റിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ. ഇനി സ്പീക്കിങ്ങിൽ നമുക്ക് ഒത്തിരി ഒന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നോൺ സിനാരിയോസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് 2021. അതായത് നമ്മളൊരു കോൺവെർസേഷൻ ഇടയ്ക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറയുക. അതായത് നമ്മൾ സെറ്റിങ്സും ആ ഒരു സിനാരിയോ ഒക്കെ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഓൾറെഡി അവരുമായിട്ട് സംസാരിച്ചു തുടങ്ങി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരിക്കലും സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഹൗ മേ അഡ്രസ് ചെയ്യുന്ന നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. അപ്പം യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നോൺ സിനാരിയോ. അല്ലാതെ വേറെ സിറ്റുവേഷൻസും ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ സിനാരിയോ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 3 minute പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ അവിടെ ആരുടെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത് അവരുടെ പേര് ചോദിക്കുക. ഡീറ്റെയിൽ എന്തൊക്കെ ചോദിക്കാനുണ്ടോ അതെല്ലാം 3 minutes പ്രിപ്പറേഷൻ തന്നെ ചോദിച്ചു വെക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇപ്പോൾ എക്സാമ്പിൾ തോമസ് എന്നാണെങ്കിൽ വെൽ തോമസ്, താങ്ക് യു ഫോർ അലൗവിങ് മീ ടു എക്സാമിൻ, ഓക്കെ, എക്സാമിൻ യുവർ ലെഗ് ഓർ എക്സാമിൻ യുവർ അഫക്റ്റഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ
ടാസ്ക് കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മുടെ സെയിം പാറ്റേൺ തന്നെ എല്ലാത്തിൻ്റെയും ഇൻട്രഡക്ഷനും കൺക്ലൂഷനും സെൻറ്റൻസസും സ്പീക്കിങ്ങിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതും വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് നോക്കുകയാണെങ്കിൽ അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കുറേ എക്സാമ്പിൾസ് സഹിതം ഞാനത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നുള്ളൂ. സ്പീക്കിങ്ങിന് ഒരു ബുക്ക് വെക്കണമെന്ന് ഞാൻ പറയുന്നതിന് കാരണം അതാണ്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് എഴുതിയിടാൻ പറ്റും. അതായത് എങ്ങനെ നമ്മൾ സല്യൂട്ടേഷൻ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അത് എങ്ങനെയൊക്കെ കൺക്ലൂഡ് ചെയ്യണം. കാരണം ഡിസ്ചാർജ് സമ്മറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്പീക്കിംഗ് അത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അപ്പം അതിൻ്റെ എൻ്റെ എങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Mr. Thomas, I hope I have clarified all your doubts. If you don't have any other question, may I proceed with your discharge process? അല്ലേ? സോ അത് അങ്ങനെ ചെയ്യാം. ചിലർ എല്ലാത്തിനും കോമൺ ആയിട്ടൊരു കൺക്ലൂഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇഫ് യു നീഡ് എനിത്തിങ് പ്ലീസ് പ്രസ് ദ ബെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പഴയൊരു സ്റ്റൈലാണ്. അതൊക്കെ മാറ്റി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് എൻഡ് ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ സ്പീഡ് നമ്മൾ എങ്ങനെ ചെയ്യണം, 3 minutes പ്രിപ്പറേഷൻ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും കുറച്ച് വീഡിയോസ് ഇതിനകത്തുണ്ട്, കുറച്ച് പ്രാക്ടീസ് മെറ്റീരിയൽസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ബേസിക് ടിപ്സ് എങ്ങനെ നമുക്ക് ലിസണിങ് ആൻഡ് റീഡിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് സെപ്പറേറ്റ് പോർഷനായിട്ട് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെയുള്ളത് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരാളുമായിട്ട് സ്പീക്കിംഗ് പാർട്ട്ണറുമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഫേസ് ടു ഫേസ് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് നമ്മൾ ഒരാളുടെ മുമ്പിൽ ചെല്ലുമ്പം നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടണമെന്നില്ല. സോ നിങ്ങൾ എപ്പോഴും ഒരു ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ വേറെ കൂടെ ജോലി ചെയ്യുന്നവരോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒരാളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസുമായിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക. ഇനി ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിറർ വെച്ചിട്ട് സംസാരിക്കുക. പക്ഷെ അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, റെക്കോർഡ് ചെയ്യുമ്പം, കാരണം ഇതൊരു വീഡിയോ റെക്കോർഡിംഗ് അല്ല എക്സാമിന്, ബട്ട് ഇൻ റിയലി യു ആർ ഫേസിങ് സമ്മൺ ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ നമുക്ക് എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു മിററിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സെയിം ടൈം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നിങ്ങളുടെ ടോൺ എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സിംഗിൾ വേർഡ് നിങ്ങൾ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ, ഓക്കെ 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 അങ്ങനെ. സോ ഇതൊക്കെ എപ്പോഴും ചിലർക്കൊക്കെ കൂടുതലായിട്ട് വരും സംസാരിക്കുമ്പോൾ. അതൊക്കെ നോക്കുക. ഒരിക്കലും നിങ്ങൾ സ്ലാങ്ങിനെ കുറിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നോർമൽ സ്ലാങ്ങിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല, ഇംഗ്ലീഷ് നമ്മുടെ പ്രൈമറി ലാംഗ്വേജ് അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒത്തിരി ഹമ്മിങ്സ് വരാതിരിക്കാൻ നോക്കുക. കുറച്ച് ഹമ്മിങ്സ് ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഒത്തിരി ഹമ്മിങ്സ് വരാതെ നോക്കിയാൽ മാത്രം മതി. ഒത്തിരി സ്റ്റൈലിഷ് ആയിട്ട് സംസാരിക്കണമെന്ന് OET ആരും പറയത്തില്ല. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് അത് കൺവീനിയൻ്റ് ആകുമോ, അവരുടെ കൺട്രിയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലാകാൻ പറ്റുമോ എന്നുള്ളത് അവർ അസസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഗ്രാമർ ഇമ്പോർട്ടൻസ് ആണ്, ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സോ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് മച്ച്. ഓക്കെ, സോ നമ്മൾ സംസാരിക്കുന്ന അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യുന്നുണ്ടോ, ആ ഫ്ലോ ഉണ്ടോ. സോ വിതൗട്ട് ഫിയർ, നമ്മൾ പേടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നല്ലത്. സോ ഞാനൊരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഒരു 50 പ്രാക്ടീസ് മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തിട്ടേ നിങ്ങൾ എക്സാമിന് ഡേറ്റ് എടുക്കാവുള്ളൂ. ഓക്കെ, സോ അത്രമാത്രം മിനിമമാണത്. അതിൽ കൂടുതൽ എത്രമാത്രം ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം നല്ലതായിരിക്കും. സോ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ ഫയൽസ് സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും കാണും. എല്ലാ മോഡ്യൂൾസിൻ്റെയും എല്ലാ മെറ്റീരിയൽസും അതിൽ തന്നെ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യുക. മാക്സിമം പറ്റുന്നിടത്തോളം പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പ്രിൻറ്റിങ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്താണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് ഗൈഡ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് അവൈലബിൾ ആണ്. റൈറ്റിങ്ങിൽ ബേസിക് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗൈഡ്സിലുണ്ട്. A to Z ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത്, ബേസിക് ടിപ്സ് എന്താണ്, അതുപോലെ തന്നെ റീസെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. 2021 മുതലുള്ള പുതിയ ഒരു 2.0യുടെ സെയിം പാറ്റേൺ എന്ന് വെച്ചാൽ റീസെൻ്റ്ലി വന്ന ക്വസ്റ്റ്യൻസ് തന്നെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൾഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കാരണം ഓൾഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിന്നും കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പം വരാറുണ്ട്. അങ്ങനത്തെ നോൺ മെഡിക്കൽ ഏരിയയിലുള്ള, അതായത് ലെറ്റർ ടു ഫാർമസിസ്റ്റ്, ലെറ്റർ ടു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ലെറ്റർ ടു സോഷ്യൽ വർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ടൈപ്പിലുള്ള ലെറ്റേഴ്സ് അതും ഉണ്ട്. സോ ടോട്ടലി 100 ലെറ്റേഴ്സ് ആൻഡ് ആൻസേഴ്സ് അതിലുണ്ട്. പിന്നെയുള്ളത് സ്പീക്കിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് പ്ലസ് USB ആണ്. ഗൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതിൽ 60 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസ് തന്നെ ഓഡിയോ ആയിട്ടാണ് USB യിലുള്ളത്. അത് പ്ലസ് കുറച്ച് ബേസിക് വീഡിയോസ്.
എങ്ങനെയാണ് നമ്മൾ സ്പീക്കിങ്ങിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ള ടിപ്സ് ആൻഡ് ഫോർമുലാസ് എല്ലാം തന്നെ ആ ഗൈഡിലുണ്ട്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. സോ ഗൈഡ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യ, ഐ മീൻ കേരളത്തിൽ നിന്നാണ്. സോ നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഇൻസൈഡ് ഇന്ത്യ ഫ്രീ ആണ്. സോ ആരെങ്കിലും വെക്കേഷനിൽ ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. സോ ഇറ്റ്സ് ഈസി. സോ അല്ലെന്നുണ്ടെങ്കിൽ ബുക്കിന് 3000 റുപ്പീസാണ്, പക്ഷേ പോസ്റ്റൽ ചാർജ് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് നിയർലി 4000 5000 വരാറുണ്ട്. സോ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും വെക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. ജസ്റ്റ് വേസ്റ്റേജ് ഓഫ് മണി നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ OET കുറിച്ചോ ബാക്കി ഗൈഡ്സിനെ കുറിച്ചോ ക്ലാസ്സസിനെ കുറിച്ചോ, അതുപോലെ ഞങ്ങൾക്കൊരു OET അക്കാഡമി ഉണ്ട്. കുറച്ച് എക്സ്പേർട്ടുള്ള ട്യൂട്ടേഴ്സ് അത് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം, നിങ്ങൾ ഏത് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കത് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതാണ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is useful for you. We'll see with another one informative video. Until then, bye. Take care.